തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച് രോഗി മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ആം ആദ്മി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ബാരിക്കേഡുകൾ മറികടന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു. റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രവർത്തകർ റോഡിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഒരു മനുഷ്യനെയാണ് കൊന്നിരിക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ജീവനക്കാർ അവരുടെ മനോനില എന്താണ് എന്ന് പരിശോധിക്കുന്നത്. ഓക്സിജൻ കൊടുക്കുന്നില്ല, ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. അങ്ങനെ മനുഷ്യന്റെ ജീവന് നായ്ക്ക് സമാനമായി ഇവിടുത്തെ പിണറായി ഗവൺമെന്റ് മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുകയാണ്. ഇത്തരത്തിലൊരു ധിക്കാരപരമായിട്ടുള്ള സമീപനത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരവുമായി കടന്നു വന്നത്. മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന കള്ളന്മാരും മാനാച്ചാരുമായി ഈ ആരോഗ്യ മേഖല മാറുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ സമാധാനപരമായിട്ട് നടന്ന സമരത്തിനെതിരെയാണ് കേരളത്തിലെ പോലീസ് ലാത്തിയും ഷീൽഡ് ഉപയോഗിച്ചിട്ട് ക്രൂരമായി പ്രവർത്തകരെ തല്ലിയൊട്ടിക്കുന്നത്. പിണറായി വിജയന് വേണ്ടി ലാത്തി എടുക്കുന്ന പോലീസ്, പിണറായി വിജയന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന പോലീസ്, ഇങ്ങനെ കേരളത്തിലെ മനുഷ്യരുടെ രക്ഷിക്കാൻ കഴിയാത്ത കേരളത്തിലെ പോലീസും ആരോഗ്യ മേഖലയും മാറുന്നത് വലിയ നിരാശാജനകമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. ഇനിയും ശക്തമായ സമരങ്ങളുമായി മുമ്പോട്ട് പോകും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് സൂചനാപരമായിട്ട് നടത്തിയ സമരം മാത്രമാണ്. ഈ സമരം ജില്ലാ കമ്മിറ്റി ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പോലും വഴിയിൽ തടയുന്ന രീതിയിലേക്ക് സമരങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജീവനെടുക്കുന്ന ആരോഗ്യമന്ത്രി കേരളത്തിൽ വേണ്ട. നമുക്കറിയാം, കോവിഡ് സമയത്ത് പോലും മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട ആ സമയത്ത് പോലും അഴിമതി നടത്താൻ, അതുപോലെ തന്നെ കാശുണ്ടാക്കാൻ മടിയില്ലാത്തവരെ, കണ്ണിൽ ചോരയില്ലാത്തൊരു സർക്കാർ, ആ സർക്കാരിന്റെ കേരളത്തിന്റെ മണ്ണിൽ വേണ്ട. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്താണ്. ഇനിയും ശക്തമായ തീരുമാനവുമായി ഈ നാട്ടിലെ ജനങ്ങൾ മുമ്പോട്ട് പോകും. ഒടുവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിനെ പോലീസ് തടഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിലിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം.